നമ്മുടെ മലപ്പുറത്ത് ഇപ്പോൾ സൽക്കാരങ്ങളിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു കളർഫുൾ റൈസാണ് കാബിരി റൈസ്. ഇത് നല്ല കളർഫുൾ റൈസാണ് കാണാനൊക്കെ, പക്ഷേ അതുപോലെ തന്നെ കഴിക്കാനും നല്ല അപാര ടേസ്റ്റാണ്. ബിരിയാണിയും മന്തിയും കപ്സയും ഒക്കെ അവിടെ നിൽക്കുകയുള്ളൂ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ. ഈ കളർഫുൾ റൈസ് ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് കളർഫുള്ളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഇതൊന്ന് കുതിരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5-8 ഇല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് കഷ്ണമുള്ള ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, പുതിനയില, ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു പീസ്, റെഡ് ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് കളറായാലും കുഴപ്പമില്ല. ഒരു ചെറിയ പീസ് ക്യാപ്സിക്കത്തിൻ്റെ പീസ് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണിത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത്, ഞാനിത് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ പിന്നെ കറി പൗഡർ ആയാലും കുഴപ്പമില്ല. ഞാനിത് വീട്ടിൽ തയ്യാറാക്കിയ കറി പൗഡറാണ് ചേർക്കുന്നത്. നിങ്ങൾ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും മതി. ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മന്തി മസാലയാണ്. ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ മന്തി മസാല തന്നെയാണ്. ഒക്കെ വീട്ടിലുണ്ടാക്കിയ മസാല പൗഡറാണ്. കറി പൗഡർ ആയാലും ഗരം മസാല ആയാലും മന്തി മസാല ആയാലും ഇതൊക്കെ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. മന്തി മസാല ഞാൻ കേരള സ്റ്റൈൽ മന്തി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മസാല ഉള്ളത്, ഏത് മസാല ആയാലും കുഴപ്പമില്ല. കപ്സ മസാല, മന്തി മസാല, മജ്ബൂസ് മസാല, ഏത് അറേബ്യൻ റെസിപ്പിയുടെ മസാല ആയാലും ഇട്ട് കൊടുത്താൽ മതി. ഒരു ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. കയ്യിൽ എന്താ ഉള്ളത് വെച്ചാൽ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ മട്ടൻ ആണോ ബീഫ് വെച്ചിട്ടാണോ ചെയ്യുന്നതെങ്കിൽ മസാല ഇതൊക്കെ തന്നെ ഇതുപോലെ നല്ലൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു കുക്കറിലിട്ട് വേവിക്കണം എന്നേ ഉള്ളൂ. മട്ടനും ബീഫും ആണ് വെച്ച് ചെയ്യുകയാണെങ്കിൽ. ചിക്കൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ മതി. പക്ഷേ നമ്മൾ ചിക്കൻ പെട്ടെന്ന് വെന്തിട്ടുമല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ബീഫിലോ മട്ടനിലോ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഈ മസാലയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സിയിൽ ഒന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കുക. 2-3 വിസിൽ നമ്മളെ ബീഫിൻ്റെ വേവിനനുസരിച്ച്, ഇറച്ചിയുടെ വേവിനനുസരിച്ച് ഒന്ന് വേവിക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സവാള കനം കുറച്ചരിഞ്ഞത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സുർബിയാൻ റൈസൊക്കെ ഉണ്ടാക്കിയപ്പോൾ തയ്യാറാക്കിയില്ല, അതുപോലെ തന്നെ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1/4 കപ്പ് എണ്ണ ഒഴിച്ചെന്ന് കരുതിയിട്ട് കൂടുതലായി എന്ന് വിചാരിക്കേണ്ട. ഈ 1 കിലോ റൈസിന് ഇത് കറക്റ്റായിരിക്കും. കാരണം ഈ എണ്ണയിൽ വെച്ചിട്ട് നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. ഈ എണ്ണ ഒരു തുള്ളി പോലും വേസ്റ്റ് ആവില്ല. ഇനി നമുക്കിത് ഈ കളറാവുമ്പോൾ നമുക്കൊരു സ്റ്റെയിനറിലേക്ക് മാറ്റാം. ഇത് കോരിയെടുക്കാം. ഓവറായിട്ട് കളർ ചേഞ്ച് ചെയ്യാൻ കാത്തു നിൽക്കരുത്. അതിന് മുമ്പായിട്ട് തന്നെ മാറ്റണം. ഇനിയിപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെ ഞാനൊരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കാം. ഒക്കെ ആ സ്റ്റൈനറിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ നമുക്ക് അവസാനം ഗാർണിഷിന് വേണ്ടിയിട്ടാണ് അണ്ടിപ്പരിപ്പൊക്കെ. ഉള്ളി നമുക്ക് ചിക്കനിലേക്ക് പിന്നെ ചേർക്കാനുണ്ട് കേട്ടോ. കുറച്ച് 1/4 ഭാഗം ചിക്കനിലേക്ക് ചേർക്കാനും ബാക്കി 1/4 ഭാഗം ഗാർണിഷിന് വേണ്ടിയിട്ടുമാണ്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പുമായിട്ടുണ്ട്. ഇനി നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് തന്നെ ആവും. കിസ്മിസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ ക്യാരറ്റ് ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. എന്നാലും നമ്മളെ റൈസിൽ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. റൈസിൻ്റെ അതേ ലെവലിൽ തന്നെ നീളത്തിൽ തന്നെ അരിയണം. ഇനി അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞ ക്യാപ്സിക്കം 3 കളറിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ കളർഫുൾ റൈസ് ആവുള്ളൂ. മഞ്ഞയും റെഡും ഗ്രീനും ഞാൻ എടുത്തിട്ടുണ്ട്. 3 നമുക്ക് കുറച്ച് ഒരു 2 കൈപ്പിടി ആ ഒരു അളവിലെടുത്താൽ മതി.
അപ്പോൾ നമുക്ക് അതും കൂടി ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കാം. അപ്പോൾ സാധാരണയായിട്ട് ഈ കാബിരി റൈസിൽ എല്ലാവരും കളറാണ് ചേർക്കാറ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫുഡ് കളറ് ഗ്രീനും റെഡുമാണ് ഒഴിച്ചു കൊടുക്കാറ്. അത് നമ്മളെ ശരീരത്തിന് നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാകും, പക്ഷേ നമ്മുടെ ശരീരത്തിന് എന്നും കഴിക്കുമ്പോൾ അത് ദോഷമായി മാറും. കാരണം നമ്മൾ പാർട്ടിയിലോ ഹോട്ടലിലൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലത്തെ കളേഴ്സൊക്കെ നമ്മളെ വയറ്റിൽ കുറേ ആവും. പക്ഷേ നമ്മൾ വീട്ടിലും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്താൽ അത് ബുദ്ധിമുട്ടായി മാറും. സാധാരണ എന്നും ഇപ്പോൾ നമ്മൾ ഇതേപോലത്തെ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്നും ഇതുപോലെ നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കാഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാനുള്ളൊരു ഭംഗി മാത്രമേ ഉള്ളൂ ആ കളർ ചേർക്കുന്നത് കൊണ്ട്. കഴിക്കാൻ അതിമൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനും ഒരു മാറ്റം വരുത്തിയിട്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പല കളറുള്ള ക്യാപ്സിക്കം ചേർക്കുന്നു മാത്രം. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി, ജസ്റ്റ് ഫ്ലേവറിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ ഉള്ളി വഴറ്റിയില്ലേ, ഉള്ളിയും ക്യാപ്സിക്കൊക്കെ വഴറ്റിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചിക്കനൊന്ന് വേവിച്ചെടുക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിനൊരു പാൻ വെച്ചിട്ട് നമ്മൾ ഉള്ളി വഴറ്റിയ എണ്ണ തന്നെ കേട്ടോ അതിലേക്ക് യൂസ് ചെയ്യുന്നത്. കുറച്ച് റൈസ് വേവിക്കുന്നതിലേക്ക് ഇട്ടു ഇതൊരു 4 ടേബിൾ സ്പൂണ് ഞാൻ ഈ ഉള്ളി വഴറ്റാനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ഉള്ളി തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും 2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും 2 പച്ചമുളകും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി തക്കാളി ഒന്ന് ഉടഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇത് തക്കാളി ഉടഞ്ഞ് വരുമ്പോൾ 2 തക്കാളി മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചത്, വെള്ളം ചേർക്കാതെ അരച്ചത് ഒഴിച്ച് കൊടുക്കാം. വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തതാണ്. ഒരു തക്കാളി കട്ട് ചെയ്തിട്ടും 2 തക്കാളി ഗ്രൈൻഡറിലിട്ട് അരച്ചിട്ടുമാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ആ തക്കാളി നല്ല പോലെ ഒന്ന് വീണ സമയമായപ്പോഴത്തേന് ഇവിടെ ഈ അടുപ്പത്ത് വെച്ചിട്ടുള്ള വെള്ളം നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ വെള്ളം വാരാനായിട്ട് വെച്ചതായിരുന്നു. എന്നിട്ടൊന്ന് നല്ല പോലെ ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. വെള്ളത്തിൽ ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം, എന്നാലേ നമ്മുടെ റൈസിന് നല്ല പാകത്തിന് ഉപ്പുണ്ടാവുള്ളൂ. അതാണ് പാകം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് അടച്ചു വെക്കാം. ഈ സമയത്ത് നമ്മളെ റൈസ് മസാല തക്കാളിയൊക്കെ എല്ലാം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് കൂടുതൽ കാരണം നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഇതൊക്കെ ചേർത്തതാണ്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് വേണ്ടത് ഇട്ട് കൊടുത്താൽ മതി. കൂടുതലായിട്ട് എരിവായ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അതുപോലെ തന്നെ നമ്മളെ കപ്സ മസാല, മന്തി മസാല ഇട്ട് കൊടുത്തില്ല, അത് 1 ടീസ്പൂണും കറി പൗഡർ, നിങ്ങളത് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാലയും ഇട്ട് കൊടുത്താൽ മതി, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മന്തി മസാല 1 ടീസ്പൂണും കറി പൗഡർ 1 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നിങ്ങളെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ കാബരി ആയതുകൊണ്ട് ചിക്കൻ മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മട്ടനാണ് നിങ്ങൾ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മട്ടൻ മസാല, ബീഫാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ബീഫ് മസാല ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഉണ്ടാക്കിയ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കറി പൗഡറിൻ്റെ റെസിപ്പി, കറി പൗഡർ ഉണ്ടാക്കുന്നത്. ആ കറി പൗഡർ ഉണ്ടായാൽ എല്ലാത്തിലേക്കും അത് യൂസ് ചെയ്താൽ മതി. അതും ഗരം മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഞാൻ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സമയത്ത് നമ്മുടെ അരി നല്ലപോലെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 90% അരി വേവണം കേട്ടോ, അതിൽ കൂടുതൽ വേവാൻ പാടില്ല. കാരണം അരി ഒട്ടിപ്പിടിക്കാനൊന്നും പാടില്ല. ഒരു റൈസുമ തൊടാത്ത രീതിയിലുള്ള വേവാവണം. അധികം വെന്ത് കുഴയാനും പാടില്ല, തീരെ വേവാതിരിക്കുകയും ചെയ്ത്. കാരണം ഇത് ദമ്മ് അധികം സമയം ഇടുള്ളൂ, ഒരു 10 മിനിറ്റ് നമ്മൾ ഇടുള്ളൂ. അപ്പോൾ ദമ്മ് കിടന്നിട്ട് വേവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ആ വേവ് ഇതിൽ തന്നെ ആവണം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആ പട്ട ഇലക്ക ഒന്ന് മാറ്റി കൊടുക്കാം. ഈ സമയത്ത് ചിക്കനൊന്ന് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഒരു മുസമ്പി, അതായത് ഓറഞ്ച് പുർത്തുക്കാലിൻ്റെ നീരൊന്ന് ഞാൻ എടുക്കുകയാണ്.
ഇത് നമുക്ക് പകുതി ചിക്കനിലേക്ക് ഒഴിക്കാനും പകുതി നമ്മൾ റൈസിലേക്ക് ഒഴിക്കാനാണ്. ഇത് ഒഴിച്ച് കൊടുക്കുന്നത് കൊണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മളെ റൈസിന്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. മല്ലിയില എത്ര അളവിലാണോ എടുക്കേണ്ടത് അതിൻ്റെ പകുതി അളവിൽ പുതിനയില ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. നല്ല പ്യുവർ ഗീ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും നമ്മളെ ചിക്കനിൽ. ഇനിയിപ്പോൾ മട്ടൻ ആയാലും ബീഫിലാണോ നിങ്ങൾ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ മസാല അതിന് ശേഷം വേവിച്ച ബീഫാണെങ്കിൽ ബീഫ്, മട്ടനാണെങ്കിൽ മട്ടൻ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മല്ലിയിലയും പുതിനയിലയും നെയ്യും ചേർത്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളിയും കറിവേപ്പിലയും അതിൽ നിന്ന് 1/4 ഭാഗവും ഈ സമയത്ത് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ബീഫും മട്ടനാണെങ്കിലും ഒന്നും ഇതാവില്ല, വെറും കുക്കറിലിട്ട് വേവിച്ചിട്ട് ഈ മസാലയിലേക്ക് ഒഴിക്കണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ച ഓറഞ്ചിൻ്റെ നീര് പകുതി ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് ദമ്മിടാം. അതിന് റൈസിൻ്റെ പകുതി ഭാഗം ഞാൻ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല പൗഡർ ഒന്ന് വിതറി കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ മാഗിയുടെ ചിക്കൻ ക്യൂബ് ചേർത്തിട്ടില്ല കേട്ടോ. അത് ഞാൻ ചേർത്തിട്ടില്ല. അത് ചേർക്കാത്ത നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നെയ്യിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടല്ലോ, ഓയിൽ ബാക്കിയുള്ള അതും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യ് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലും നമ്മളെ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളെ ഓറഞ്ചിൻ്റെ നീര് ഇതിലേക്ക് ഒഴിച്ചു. ബാക്കി പകുതി നീര് റൈസിലേക്ക് ഒഴിക്കുകയാണ്. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ലെമൺ ജ്യൂസിൻ്റെ ഫ്ലേവറും ഓറഞ്ചിൻ്റെ നീരിൻ്റെ ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി കറിവേപ്പില അതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട്. അതിൽ നിന്ന് പകുതി ഭാഗം 1/4 ഭാഗം നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കഴിഞ്ഞ് ബാക്കി 1/4 ഭാഗത്തു നിന്ന് പകുതി ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി റൈസും കൂടി നമുക്ക് മുകളിലായിട്ട് നിരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മളിതുപോലെ തന്നെ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണയാണിത്. കാപ്സിക്കും ക്യാരറ്റൊക്കെ ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടല്ലോ ബാക്കിയുള്ളത്, അത് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ച് കഴിഞ്ഞു. ഒരു തുള്ളി ബാക്കിയില്ല. ആ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല പൗഡർ വിതറി കൊടുത്തു. അതിന് മുകളിലായിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് വിതറി കൊടുത്തു. ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഗീ ഇട്ട് കൊടുക്കാം. ഗീ ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല പ്യുവർ ഗീ തന്നെ ഇട്ട് കൊടുക്കണം. അത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ ഗീ ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാൽപ്പാടയിൽ നിന്ന് എങ്ങനെ ഗീ എടുക്കുക എന്നുള്ളത്. നല്ല ടേസ്റ്റാണ് ഈ ഗീ, നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കുന്നത് കൊണ്ട് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള അതാണ്. അതുകൊണ്ടാണ് റൈസ് ഇത്ര ടേസ്റ്റായി തോന്നിയത് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ നല്ല പ്യുവർ ഗീ തന്നെ ചേർക്കുക. പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ക്യാരറ്റ്, ക്യാപ്സിക്കം ഒക്കെ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് പകുതി നമുക്ക് ലാസ്റ്റ് റൈസ് വിളമ്പുമ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് വെച്ചിട്ട് ബാക്കി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി, ഇതിൽ ഞാൻ ചിക്കൻ്റെ മാഗി ക്യൂബ് യൂസ് ചെയ്തിട്ടില്ല. മാഗി ക്യൂബൊക്കെ നമ്മൾ സാധാരണയായിട്ട് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ എല്ലാ റൈസിലും യൂസ് ചെയ്യുന്നതാണ്. അറേബ്യൻ റൈസിലൊക്കെ മാഗി ക്യൂബ് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ കുട്ടികൾക്ക് തയ്യാറാക്കുന്നതിൽ മാഗി ക്യൂബ് ചേർക്കാറില്ല. ഇനി നമുക്ക് ജസ്റ്റ് 10 മിനിറ്റ് ദമ്മിടാം കേട്ടോ. 2 ഇത് വെച്ചിട്ട് ദമ്മിടാം സാധാരണ. ഇപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു 20 മിനിറ്റിന് ശേഷമാണ് അപ്പോൾ വിളമ്പുന്നത്. റൈസ് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വിളമ്പാം. കണ്ടോ, നല്ല അടിപൊളി കളർഫുൾ റൈസാണ്. കഴിക്കാനും അപാര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കാരണം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ ബീഫ് വെച്ചിട്ടോ ചിക്കൻ വെച്ചിട്ടോ മട്ടൻ വെച്ചിട്ടോ അങ്ങ് ചെയ്യാം. ഒക്കെ ഇതേ മെത്തേഡ് തന്നെ ചെയ്താൽ മതി. ബീഫായാലും മട്ടനായാലും കുക്കറിലിട്ടൊന്ന് വേവിക്കണം എന്ന് മാത്രം. അതേ സെയിം മസാല തന്നെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് നമുക്കതിൽ ഒഴിക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, അപ്പോൾ നല്ല കളർഫുൾ റൈസായില്ല. ഇതിൽ കളറുകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഞാൻ തന്നെ നല്ല അടിപൊളി റൈസായി. വെറുതെ എന്തിനാ കളറൊക്കെ നമുക്ക് കഴിക്കുന്നത്, അതിൻ്റെ ഒരു ആവശ്യമില്ല. എന്നാൽ തന്നെ നല്ല കളർഫുൾ റൈസായിട്ട് മാറിയിട്ടുണ്ട്. ഫുഡ് കളറൊന്നും ചേർക്കാതെ തന്നെ
അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു മാഗി ക്യൂബും നമ്മൾ ചേർത്തിട്ടില്ല. മാഗി ക്യൂബിൽ ഞാൻ പറഞ്ഞല്ലോ അടങ്ങിയിട്ടുള്ളത് MSG ആണ്, അതായത് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ്. അത് ശരീരത്തിന് ഭയങ്കര ഹാനികരമായിട്ടുള്ള സംഭവമാണ്. നമ്മുടെ നാട്ടിൽ അജിനാമോട്ടോ എന്നൊക്കെ പറയില്ലേ, അതാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് മാക്സിമം അതൊക്കെ എല്ലാവരും ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ സാധാരണ വീട്ടിൽ പിന്നെ ഉണ്ടാക്കുന്നതിൽ സാധാരണ നമ്മളെപ്പോഴും റൈസുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെ യൂസ് ചെയ്താൽ ബുദ്ധിമുട്ടല്ലേ. പിന്നെ കല്യാണത്തിന് പാർട്ടികളൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തായാലും അത് കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ അത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ റൈസുകളിലൊക്കെ അതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്തൊരു അടിപൊളി വിഭവമായി കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി.